ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഗീതു പ്രകാശ്. പ്രധാന വാർത്തകൾ. പശ്ചിമേഷ്യയിൽ സംഘർഷം രൂക്ഷം. അമേരിക്ക ഇസ്രായേൽ സംയുക്ത വ്യോമാക്രമണത്തിൽ ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനേയി കൊല്ലപ്പെട്ടതായി US പ്രസിഡന്റ്. ഇറാനിലും ഗൾഫ് മേഖലയിലുമുണ്ടായ സംഭവ വികാസങ്ങളിൽ ആശങ്ക പ്രകടിപ്പിച്ച് ഇന്ത്യ. പൌരന്മാർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകി ഇന്ത്യൻ എംബസികൾ. 400-ൽ അധികം വിമാന സർവീസുകൾ ഇന്നും റദ്ദാക്കാൻ സാധ്യതയെന്ന് വ്യോമയാന മന്ത്രാലയം. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണന്റെ കേരള സന്ദർശനം തുടരുന്നു. തൃശൂരിൽ ഇന്ന് പരിസ്ഥിതി സൌഹൃദ സംഗീത ക്യാമ്പസായ ചേതന ഗാനാശ്രമത്തിന്റെ ശിലാസ്ഥാപനം നിർവഹിക്കും. തമിഴ്നാട്ടിലും പുതുച്ചേരിയിലും 7100 കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് തുടക്കം കുറിക്കും. മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതർക്കായുള്ള മാതൃകാ ടൌൺഷിപ്പ് 1ാം ഘട്ടത്തിന്റെ ഉദ്ഘാടനം ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും. T20 ലോകകപ്പ് ക്രിക്കറ്റ് സൂപ്പർ 8 പോരാട്ടത്തിൽ ഇന്ത്യ ഇന്ന് വെസ്റ്റ് ഇൻഡീസിനെ നേരിടും. വാർത്തകൾ വിശദമായി. അമേരിക്ക ഇസ്രായേൽ സംയുക്ത വ്യോമാക്രമണത്തിൽ ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനേയി കൊല്ലപ്പെട്ടതായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇറാനിയൻ ജനതയ്ക്ക് രാജ്യത്തെ തിരിച്ചുപിടിക്കാനുള്ള ഏറ്റവും വലിയ അവസരമാണിതെന്നും വരും ദിവസങ്ങളിലും ആക്രമണം തുടരുമെന്നും ട്രംപ് വ്യക്തമാക്കി. ഇറാനിയൻ സൈനിക സർക്കാർ കേന്ദ്രങ്ങൾക്കു നേരെ നടത്തിയ വ്യോമാക്രമണത്തിലാണ് ഖമനേയി കൊല്ലപ്പെട്ടതെന്ന് ഇസ്രായേലിൽ നിന്നുള്ള ഔദ്യോഗിക വൃത്തങ്ങളും അറിയിച്ചു. ഒരു റിപ്പോർട്ട്. അമേരിക്കയും ഇസ്രായേലും ഇറാന് നേരെ സംയുക്തമായി നടത്തുന്ന ആക്രമണത്തെ തുടർന്ന് പശ്ചിമേഷ്യൻ മേഖലയിൽ വലിയ അരക്ഷിതാവസ്ഥയാണ് തുടരുന്നത്. ഇന്നലെ ടെഹ്റാൻ ഉൾപ്പെടെയുള്ള നഗരങ്ങളിൽ ഇറാനിയൻ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമനേയിയുടെ ഓഫീസിന് നേരെ വ്യാപകമായ ആക്രമണം നടന്നിരുന്നു. നിലവിൽ 210ഓളം പേര് കൊല്ലപ്പെട്ടതായും 700-ലധികം പേർക്ക് പരിക്കേറ്റതായുമായാണ് റിപ്പോർട്ട്. അതേസമയം പശ്ചിമേഷ്യയിലെ അമേരിക്കൻ ഇസ്രായേൽ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ ഇറാനും തിരിച്ചടിച്ചു. ഇസ്രായേൽ രാജ്യവ്യാപകമായി അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. 35ഓളം ഇറാനിയൻ മിസൈലുകളാണ് ഇസ്രായേലിന് നേരെ വിക്ഷേപിച്ചത്. അബുദാബി, ബഹ്റിൻ, കുവൈറ്റ് എന്നീ രാജ്യങ്ങളിലും ആക്രമണം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. ഇറാനെതിരായ US ഇസ്രായേൽ വ്യോമാക്രമണങ്ങളെ ഐക്യരാഷ്ട്രസഭാ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് അപലപിച്ചു. മേഖലയെയും ലോകത്തെയും യുദ്ധത്തിന്റെ വക്കിൽ നിന്ന് തിരികെ കൊണ്ടുവരാൻ ഉടൻ ചർച്ച നടത്തണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. USഉം ഇസ്രായേലും നടത്തിയ വ്യോമാക്രമണങ്ങൾ UN ചാർട്ടർ ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണെന്ന് ഗുട്ടറസ് പറഞ്ഞു. ഇറാന്റെ ആക്രമണങ്ങളെയും അദ്ദേഹം അപലപിച്ചു. കൂടുതൽ സംഘർഷം ഉണ്ടാകാതിരിക്കാൻ വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്ന് ഐക്യരാഷ്ട്രസഭ സുരക്ഷാ കൌൺസിലിന്റെ അടിയന്തര യോഗത്തിൽ അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. ഗൾഫ് രാജ്യങ്ങളിൽ നിലനിൽക്കുന്ന സംഘർഷ സാഹചര്യങ്ങളുടെ പശ്ചാത്തലത്തിൽ വിദേശകാര്യമന്ത്രി S ജയശങ്കർ UAE, കുവൈറ്റ്, ഖത്തർ, സൌദി എന്നിവിടങ്ങളിലെ വിദേശകാര്യ മന്ത്രിമാരുമായി ചർച്ച നടത്തി. സംഭാഷണത്തിലൂടെയും നയതന്ത്രത്തിലൂടെയും സംഘർഷം കുറയ്ക്കേണ്ടതിന്റെ ആവശ്യകത അദ്ദേഹം ചർച്ചയിൽ ഊന്നി പറഞ്ഞു. പ്രാദേശിക സമാധാനത്തിലും ഇന്ത്യൻ സമൂഹത്തിന്റെ സുരക്ഷയിലും ഇന്ത്യയുടെ താൽപര്യം ശ്രീ ജയശങ്കർ നേതാക്കളെ അറിയിച്ചു. ഇറാനിലും ഗൾഫ് മേഖലയിലുമുണ്ടായ സംഭവ വികാസങ്ങളിൽ ഇന്ത്യ കടുത്ത ആശങ്ക പ്രകടിപ്പിച്ചു. രാജ്യങ്ങൾ സംയമനം പാലിക്കാനും സാധാരണക്കാരുടെ സുരക്ഷയ്ക്ക് മുൻഗണന നൽകാനും അഭ്യർത്ഥിച്ചു. സംഘർഷങ്ങൾ കുറയ്ക്കുന്നതിനും അടിസ്ഥാന പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും ചർച്ചയും നയതന്ത്രവും പിന്തുടരണമെന്ന് വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ പറഞ്ഞു. മേഖലയിലെ ഇന്ത്യൻ എംബസികൾ പൌരന്മാരുമായി ബന്ധപ്പെട്ടിട്ടുണ്ടെന്നും ജാഗ്രത പാലിക്കാനും പ്രാദേശിക സുരക്ഷാ മാർഗനിർദ്ദേശങ്ങൾ പാലിക്കാനും ആവശ്യപ്പെട്ട് നിർദ്ദേശങ്ങൾ നൽകിയതായും മന്ത്രാലയം വ്യക്തമാക്കി. ഇന്ത്യൻ പൌരന്മാർക്കായി നൽകിയ ഉപദേശം പാലിക്കണമെന്ന് ഇസ്രായേലിലെ ഇന്ത്യൻ എംബസി. സമയബന്ധിതമായ സഹായവും ആശയവിനിമയവും സാധ്യമാക്കുന്നതിന് www.indianembassyisrael.gov.in/Indian_national_reg എന്ന ലിങ്കിൽ എംബസിയിൽ രജിസ്റ്റർ ചെയ്യണം. നിലവിൽ രാജ്യത്തുള്ള വിനോദസഞ്ചാരികൾ, ഹ്രസ്വകാല ബിസിനസ് സന്ദർശകർ, മാധ്യമപ്രവർത്തകർ എന്നിവരുൾപ്പെടെ ഇസ്രായേലിലെ ഇന്ത്യൻ സമൂഹവുമായി അടുത്ത ബന്ധം പുലർത്തുന്നുണ്ടെന്ന് എംബസി സമൂഹമാധ്യമക്കുറിപ്പിൽ അറിയിച്ചു. നിലവിലെ സാഹചര്യം കണക്കിലെടുത്ത് സിറിയയിലെ എല്ലാ ഇന്ത്യൻ പൌരന്മാരും അനാവശ്യ യാത്രകൾ ഒഴിവാക്കണമെന്നും ജാഗ്രത പാലിക്കണമെന്നും ഡമാസ്കസിലെ ഇന്ത്യൻ എംബസി നിർദ്ദേശിച്ചു. എംബസിയും സിറിയൻ അധികാരികളും പുറപ്പെടുവിക്കുന്ന സുരക്ഷാ മാർഗനിർദ്ദേശങ്ങളും പാലിക്കണമെന്ന് മുന്നറിയിപ്പിലുണ്ട്.
പശ്ചിമേഷ്യയിൽ നിലനിൽക്കുന്ന സംഘർഷ സാഹചര്യത്തെ തുടർന്ന് 444 വിമാന സർവീസുകൾ ഇന്ന് റദ്ദാക്കാൻ സാധ്യതയെന്ന് വ്യോമയാന മന്ത്രാലയം. യാത്രക്കാരുടെ സുരക്ഷയും പ്രവർത്തന ചട്ടങ്ങൾ പാലിക്കുന്നതും ഉറപ്പുവരുത്താൻ ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ വിമാന കമ്പനികളുമായി ചേർന്ന് പ്രവർത്തിക്കുകയാണെന്ന് സമൂഹമാധ്യമക്കുറിപ്പിൽ മന്ത്രാലയം വ്യക്തമാക്കി. യാത്രക്കാർ വിമാന കമ്പനികളുടെ അറിയിപ്പുകൾ പരിശോധിക്കണം. സംഘർഷ സാഹചര്യം കണക്കിലെടുത്ത് പശ്ചിമേഷ്യൻ മേഖലയിലേക്കുള്ള വിമാന സർവീസുകൾ താൽക്കാലികമായി നിർത്തിവച്ചതായി എയർ ഇന്ത്യ അറിയിച്ചു. വിമാനങ്ങളുടെ തൽസ്ഥിതി എയർ ഇന്ത്യയുടെ വെബ്സൈറ്റിൽ പരിശോധിക്കാനാകും. 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കോൾ സെന്ററുകളിലൂടെയും വിവരങ്ങൾ ലഭ്യമാകും. ഇറാനിലെ സംഭവ വികാസങ്ങളുടെ പശ്ചാത്തലത്തിലുള്ള വിമാന റദ്ദാക്കലുകൾ കേരളത്തിലെ വിമാനത്താവളങ്ങളെയും ബാധിച്ചു. ഇന്ന് പുലർച്ചെ വരെ തിരുവനന്തപുരത്തേക്കുള്ള 17 വിമാന സർവീസുകൾ റദ്ദാക്കിയിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി. സർവീസുകൾ റദ്ദാക്കിയതിനെ തുടർന്ന് യാത്രക്കാരെ സഹായിക്കാൻ തിരുവനന്തപുരം രാജ്യാന്തര ടെർമിനലിന് മുന്നിൽ വിമാന കമ്പനികൾ സഹായ കേന്ദ്രങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം വിമാനത്താവളത്തിലേക്ക് വരുന്ന 17 സർവീസുകളും ഇവിടെ നിന്ന് പുറപ്പെടേണ്ട 17 സർവീസുകളും റദ്ദാക്കിയതായാണ് ഏറ്റവും ഒടുവിൽ കിട്ടിയിട്ടുള്ള വിവരം. സംഘർഷം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ സഹായം ആവശ്യമുള്ളവർക്ക് നോർക്ക ഗ്ലോബൽ കോൺടാക്ട് സെന്ററുകളിൽ രജിസ്റ്റർ ചെയ്യാമെന്ന് നോർക്ക റൂട്ട് അധികൃതർ അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ഇന്ന് തൃശൂരിലെത്തും. പരിസ്ഥിതി സൌഹൃദ സംഗീത ക്യാമ്പസായ ചേതന ഗാനാശ്രമത്തിന്റെ ശിലാസ്ഥാപനം അദ്ദേഹം നിർവഹിക്കും. എല്ലാവിധ ഒരുക്കങ്ങളും പൂർത്തിയായി. വിശദാംശങ്ങളുമായി ആകാശവാണി തൃശൂർ ജില്ലാ പ്രതിനിധി ഭരിത പ്രതാപ്. ഇന്ന് തൃശൂരിലെത്തുന്ന ഇന്ത്യൻ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ പരിസ്ഥിതി സൌഹൃദ സംഗീത ക്യാമ്പസായ ചേതന ഗാനാശ്രമത്തിന്റെ ശിലാസ്ഥാപനം നിർവഹിക്കും. രാവിലെ 11 മണിക്ക് തൃശൂരിലെ ദേവമാതാ CMI പബ്ലിക് സ്കൂളിൽ വെച്ച് നടക്കുന്ന ചടങ്ങിൽ കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ, കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി, ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി R ബിന്ദു എന്നിവർ പങ്കെടുക്കും. മ്യൂസിക് തെറാപ്പിയുടെയും മ്യൂസിക് മെഡിറ്റേഷന്റെയും സാധ്യതകൾ ലക്ഷ്യമിട്ട ചേതന ഗാനാശ്രമം മണ്ണൂത്തിക്കടുത്ത് നടത്തറയിൽ 10 ഏക്കറോളം സ്ഥലത്താണ് ഒരുങ്ങുന്നത്. തൃശൂരിലെ പരിപാടിക്ക് ശേഷം പത്തനാപുരം സെയിന്റ് സ്റ്റീഫൻസ് ഹൈസ്കൂളിൽ നടക്കുന്ന ശതാബ്ദി ആഘോഷങ്ങളിലും ഉപരാഷ്ട്രപതി പങ്കെടുക്കും. തമിഴ്നാട്ടിലും പുതുച്ചേരിയിലും 7100 കോടി രൂപയുടെ ഒന്നിലധികം വികസന പദ്ധതികൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് തുടക്കം കുറിക്കും. രാജസ്ഥാൻ, ഗുജറാത്ത് സന്ദർശനത്തിന് ശേഷം പ്രധാനമന്ത്രി ഇന്നലെ രാത്രി ചെന്നൈയിലെത്തി. പുതുച്ചേരിയിൽ ഇന്ന് രാവിലെ 2700 കോടി രൂപയിലധികം വിലമതിക്കുന്ന വിവിധ വികസന പദ്ധതികളുടെ ഉദ്ഘാടനവും തറക്കല്ലിടലും അദ്ദേഹം നിർവഹിക്കും. ശ്രീ അരബിന്ദോയുടെ 150ാം ജന്മവാർഷികത്തോടനുബന്ധിച്ച് നടക്കുന്ന ആഗോള ആത്മീയ മഹോത്സവം ശ്രീ മോദി ഉദ്ഘാടനം ചെയ്യും. പുതുച്ചേരിയിലെ പരിപാടിക്ക് ശേഷം പ്രധാനമന്ത്രി തമിഴ്നാട്ടിലെ മധുരയിലേക്ക് പോകും. മധുരയിൽ 4400 കോടിയിലധികം രൂപയുടെ അടിസ്ഥാന സൌകര്യ പദ്ധതികൾക്ക് പ്രധാനമന്ത്രി തുടക്കമിടും. തമിഴ്നാട്ടിലെ പ്രക്ഷേപണ സേവനങ്ങൾ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനായി കുംഭകോണം, ഏർക്കാട്, വെല്ലൂർ എന്നിവിടങ്ങളിൽ 3 പുതിയ ആകാശവാണി FM റിലേ ട്രാൻസ്മിറ്ററുകൾ അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും. മധുരയിൽ NDAയുടെ റാലിയെയും പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യും. മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതരുടെ പുനരധിവാസത്തിന് കൽപ്പറ്റ എൽസ്റ്റൺ എസ്റ്റേറ്റിൽ ഒരുക്കിയ മാതൃകാ ടൌൺഷിപ്പിന്റെ 1ാം ഘട്ട ഉദ്ഘാടനം ഇന്ന് രാവിലെ 11-ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും. 178 വീടുകളാണ് ആദ്യഘട്ടത്തിൽ കൈമാറുന്നത്. T20 ലോകകപ്പിന്റെ സെമി ഫൈനൽ കാണാതെ പാകിസ്ഥാൻ പുറത്ത്. സൂപ്പർ 8 പോരാട്ടത്തിൽ ഇന്നലെ ശ്രീലങ്കയെ 147 റൺസിന് താഴെ പിടിച്ചുകെട്ടാൻ സാധിക്കാതെ വന്നതോടെയാണ് പാകിസ്ഥാൻ ഔദ്യോഗികമായി ലോകകപ്പിൽ നിന്ന് പുറത്തായത്. ഇതോടെ 3 പോയിന്റുമായി ന്യൂസിലൻഡ് സെമിയിലെത്തി. ഇന്ന് നടക്കുന്ന സൂപ്പർ 8 പോരാട്ടത്തിൽ ഇന്ത്യ വെസ്റ്റ് ഇൻഡീസിനെ നേരിടും. വൈകിട്ട് 7 മണിക്ക് കൊൽക്കത്തയിലാണ് മത്സരം. കേരളത്തിൽ ഈ വർഷം ജനുവരി 1-ന് 18 വയസ്സ് പൂർത്തിയായിട്ടും തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണ സമയത്ത് പേര് ചേർക്കാൻ സാധിക്കാത്തവർക്ക് പട്ടികയിൽ പേര് ചേർക്കാൻ അവസരം. voters.eci.gov എന്ന വെബ്സൈറ്റിലൂടെയോ ECI നെറ്റ് മൊബൈൽ ആപ്പ് വഴിയോ ബന്ധപ്പെട്ട ബൂത്ത് തല ഓഫീസർ വഴിയോ അപേക്ഷിക്കാം. തിരഞ്ഞെടുപ്പിനായി നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി വരെയാണ് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ അവസരമുള്ളത്. പ്രധാന വാർത്തകൾ വീണ്ടും. പശ്ചിമേഷ്യയിൽ സംഘർഷം രൂക്ഷം. അമേരിക്ക ഇസ്രായേൽ സംയുക്ത വ്യോമാക്രമണത്തിൽ ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനേയി കൊല്ലപ്പെട്ടതായി US പ്രസിഡന്റ്.
ഇറാനിലും ഗൾഫ് മേഖലയിലുമുണ്ടായ സംഭവ വികാസങ്ങളിൽ ആശങ്ക പ്രകടിപ്പിച്ച് ഇന്ത്യ പൌരന്മാർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകി ഇന്ത്യൻ എംബസികൾ 400-ൽ അധികം വിമാന സർവീസുകൾ ഇന്നും റദ്ദാക്കാൻ സാധ്യതയെന്ന് വ്യോമയാന മന്ത്രാലയം. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണന്റെ കേരള സന്ദർശനം തുടരുന്നു. തൃശൂരിൽ ഇന്ന് പരിസ്ഥിതി സൌഹൃദ സംഗീത ക്യാമ്പസായ ചേതന ഗാനാശ്രമത്തിന് ശിലാസ്ഥാപനം നിർവഹിക്കും. തമിഴ്നാട്ടിലും പുതുച്ചേരിയിലും 7100 കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് തുടക്കം കുറിക്കും. മുണ്ടക്കൈ ചൂരൽമല ദുരന്ത ബാധിതർക്കായുള്ള മാതൃകാ ടൌൺഷിപ്പ് 1ാം ഘട്ടത്തിന്റെ ഉദ്ഘാടനം ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും. T20 ലോകകപ്പ് ക്രിക്കറ്റ് സൂപ്പർ 8 പോരാട്ടത്തിൽ ഇന്ത്യ ഇന്ന് വെസ്റ്റ് ഇൻഡീസിനെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാവിലെ 11 മണിക്ക്.